ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് കൊല്ലം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ. കൊല്ലം പൂരവും കുടമാറ്റവും ആശ്രാമം മൈതാനത്ത് നടന്നു. മേളവും പ്രൗഢഗംഭീര കാഴ്ചകളും നഗരത്തിൽ ഉത്സവാവേശം നിറച്ചു. ചെറുപൂരങ്ങളുടെ വരവോടെ രാവിലെ തന്നെ പൂരക്കാഴ്ചകൾ ആരംഭിച്ചു. നഗരത്തിലെ വിവിധ ക്ഷേത്രങ്ങളിലെ ദേവീദേവന്മാരാണ് ചെറുപൂരങ്ങളായി ദേശനാഥനായ ആശ്രാമ ഉണ്ണിക്കണ്ണൻ്റെ സന്നിധിയിലേക്ക് ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടെ എത്തിയത്. തുടർന്ന് ആനനീരാട്ട് നടന്നു. ക്ഷേത്രത്തിനടുത്തുള്ള പറമ്പിൽ പ്രത്യേകം തയ്യാറാക്കിയ ഭീമൻ ഷവറുകളിലേക്ക് ക്ഷേത്രക്കുളത്തിലെ വെള്ളം പമ്പ് ചെയ്തെത്തിച്ചാണ് കരിവീരന്മാർക്ക് നീരാടാനുള്ള സൗകര്യമൊരുക്കിയത്. കൗതുകകരമായി കാഴ്ച കാണാൻ കുട്ടികളും മുതിർന്നവരും ധാരാളമായി എത്തി. നീരാട്ടിന് ശേഷം ആനയൂട്ട് നടന്നു. കുളിച്ച് കുറിചാർത്തി ക്ഷേത്രമുറ്റത്ത് അണിനിരക്കുന്ന ഗജവീരന്മാർക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം നൽകുന്ന ചടങ്ങാണ് ആനയൂട്ട്. കരിമ്പ്, ശർക്കര, ചോറ്, തണ്ണിമത്തൻ, പൈനാപ്പിൾ, മുന്തിരി തുടങ്ങി രുചികരമായ വിഭവങ്ങളാണ് ആനയൂട്ടിന് നൽകിയത്. വൈകിട്ട് 5 മണിയോടെ തിരുമുൻപിൽ മേളം ആരംഭിച്ചു. കൊടിയിറക്കിയ ശേഷം ഗജവീരൻ തൃക്കടവൂർ ശിവരാജുവിന് മുകളിൽ തിടമ്പേറി ആറാട്ട് പുറപ്പാടിനായി ഉണ്ണികൃഷ്ണൻ പടിവാതിക്കൽ എഴുന്നള്ളി നിൽക്കുമ്പോഴായിരുന്നു തിരുമുൻപിൽ കുടമാറ്റം. തിരുമുൻപിൽ കുടമാറ്റത്തിന് ശേഷം താമരക്കുളം മഹാഗണപതിയുടെയും പുതിയകാവ് ഭഗവതിയുടെയും അകമ്പടിയോടെ ആറാട്ട് പുറപ്പാട്. സന്ധ്യ കഴിഞ്ഞ് ആശ്രാമം മൈതാനത്ത് താമരക്കുളം മഹാഗണപതിയും പുതിയകാവ് ഭഗവതിയും മുഖാമുഖം അണിനിരന്ന് കുടമാറ്റം ആരംഭിച്ചു. 200ഓളം മേളവിദ്വാൻമാർ പാണ്ടിമേളവും പഞ്ചാരിമേളവും കൊട്ടിക്കയറി. കരിവീരന്മാരുടെ തലയെടുപ്പും കൗതുക കുടമാറ്റവും പഞ്ചാരിമേളവും കൊല്ലം നഗരത്തിന് സമ്മാനിച്ചത് അവിസ്മരണീയ അനുഭവമായിരുന്നു. വർണ്ണാഭമായ മുത്തുകുടകൾക്കൊപ്പം കൗതുകകരമായ പല ആശയങ്ങളും കലാരൂപങ്ങളും കുടകളായി ആനപ്പുറത്തുയർന്ന് കാണികൾക്ക് ആവേശം പകർന്നു. 2020 ക്രിക്കറ്റ് ലോകകപ്പിലെ ഇന്ത്യയുടെ വിജയം കണക്കിലെടുത്ത് കളിച്ച താരങ്ങളും ലോകകപ്പും അഭിമാന താരം സഞ്ജു സാംസണും കുടയായി ആനപ്പുറത്തേറി. നീണ്ട ഹർഷാരവത്തോടെയാണ് പുരുഷാരം ക്രിക്കറ്റ് ടീം കുടയെ വരവേറ്റത്. കൊടിമരക്കുടയിൽ തുടങ്ങി ഉദയസൂര്യൻ, ആശ്രാമ ഉണ്ണിക്കണ്ണൻ, സൂര്യകാന്തി, നെടുങ്കുതിര, LED ലൈറ്റുള്ള തുണിത്തട്ട് കുട, ചിത്രശലഭം എന്നിങ്ങനെ കുടകൾ പുതിയകാവ് വിഭാഗം ഉയർത്തി. താമരക്കുളം ഗണപതിയുടെ ഭാഗത്ത് ഗണപതി, ഇന്ത്യൻ ക്രിക്കറ്റ് ടീം, ഗുളികൻ തെയ്യം, കുടം തലയിൽ വെച്ചുള്ള രാജസ്ഥാൻ ബാബ നർത്തകി എന്നീ കുടകൾ ഉയർന്നു. മേളപ്രേമികളെ ആനന്ദത്തിലാറാടിച്ച് കലാശക്കൊട്ടോടെയാണ് പൂരത്തിന് വിരാമമായത്. വിഷുവിന് ജില്ലയിലെ പ്രധാന ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ വലിയ തിരക്കനുഭവപ്പെട്ടു. ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, മുഖത്തല മുരാരി ക്ഷേത്രം എന്നിവിടങ്ങളിൽ പുലർച്ചെ 4 മണി മുതൽ വിഷുക്കണി ആരംഭിച്ചു. വൈകിട്ടും തിരക്ക് തുടർന്നു. വിഷു വിപണിയും ജില്ലയിൽ വളരെ സജീവമായിരുന്നു. ചക്ക, മാങ്ങ, മത്തൻ, വെള്ളരി തുടങ്ങി കണിയൊരുക്കുന്നതിനുള്ള വിഭവങ്ങൾ സെറ്റായി വിൽപ്പന നടത്തുന്ന സംഘങ്ങൾക്ക് കച്ചവടം തകൃതിയായി നടന്നു. അലങ്കാരത്തിന് പ്ലാസ്റ്റിക് സാമഗ്രികൾ ഉപയോഗിക്കരുതെന്ന് നിയമമുണ്ടെങ്കിലും പ്ലാസ്റ്റിക് കൊന്നപ്പൂക്കൾ ഇത്തവണയും ധാരാളം വിറ്റുപോയി. പാരിപ്പള്ളിയിലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പാചകവാതക പ്ലാന്റിൽ ഗാർഹികാവശ്യത്തിനുള്ള LPG സിലിണ്ടറുകളുടെ ഉത്പാദനം സാധാരണ നിലയിലേക്കെത്തി. 115 മുതൽ 120 വരെ ലോഡ് സിലിണ്ടറുകളാണ് പ്ലാന്റിൽ നിന്നും ഒരു ദിവസം വിതരണം ചെയ്യുന്നത്. ഒരു ലോഡിൽ 342 സിലിണ്ടറുകളാണുള്ളത്. കൊല്ലത്തിന് പുറമെ തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലേക്കും ഈ പ്ലാന്റിൽ നിന്നും ലോഡ് അയക്കുന്നുണ്ട്. പുനലൂർ താലൂക്ക് ആശുപത്രിയുടെ ഫാർമസിക്ക് സമീപം കഞ്ചാവ് ചെടി കണ്ടെത്തി. 1.5 മാസത്തോളം പ്രായമുള്ള കഞ്ചാവ് ചെടി എക്സൈസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി പിഴുതുമാറ്റി കസ്റ്റഡിയിലെടുത്തു. പുനലൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. വിദേശ മദ്യ വിൽപ്പനശാലയിൽ ലോഡ് ഇറക്കുന്നതിനിടെ ഒരു പെട്ടി മദ്യം മോഷ്ടിച്ചു. പരവൂരിലെ കൺസ്യൂമർ ഫെഡിന്റെ വിദേശ മദ്യ വിൽപ്പനശാലയിൽ ലോഡ് ഇറക്കുന്നതിനിടെയാണ് മോഷണം നടന്നത്. 18 കുപ്പി മദ്യമുള്ള ഒരു പെട്ടി 2 യുവാക്കൾ ചേർന്ന് എടുത്തു മാറ്റുകയായിരുന്നു. മദ്യവിൽപ്പനശാലയിലെ ഉദ്യോഗസ്ഥർ പരവൂർ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തി ഒരാളെ പിടികൂടി. വേനൽ മഴയ്ക്കൊപ്പം വീശിയ കാറ്റിൽ കൊട്ടാരക്കരയിൽ ചില പ്രദേശങ്ങളിൽ നാശനഷ്ടങ്ങളുണ്ടായി. നെല്ലിക്കുന്നം, മാരൂർ, മണികണ്ഠേശ്വരം, ഓടനാവട്ടം, കുടവട്ടൂർ മേഖലകളിലാണ് കാറ്റ് നാശം വിതച്ചത്. 10ലേറെ വീടുകളുടെ മേൽക്കൂരകൾക്ക് കേടുപാടുണ്ടായി. മരങ്ങൾ വീണ് 5 വൈദ്യുതി തൂണുകൾ തകർന്നു. വൈദ്യുതി ബോർഡിന് 12 ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. ജില്ലാ വൃത്താന്തം സമാപിച്ചു.